GLPS പയ്യനിടം സ്കൂൾ റേഡിയോ. Hello dear friends, I am Krishna Kumar Mash. Welcome to Day 7 Come Let's Talk. Come Let's Talkന്റെ 7ാം ദിനത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, ഇംഗ്ലീഷ് ഭാഷ നിങ്ങളുടെ കൂട്ടുകാരനായി മാറിയോ? ധൈര്യത്തോടെ ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നില്ലേ? കഴിഞ്ഞ 6 ദിവസങ്ങളിലായി നമ്മൾ അതിൻ്റെ ചെറിയ ചെറിയ പാഠങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിലെ മറ്റു ചില കാര്യങ്ങളിലേക്ക് കടക്കാം. കൂട്ടുകാരെ, പലപ്പോഴും വീടുകളിൽ കുട്ടികൾ രാവിലെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ പേനയും പെൻസിലും പുസ്തകവും ഒന്നും കാണാതെ തിരയാറുണ്ട്, അല്ലേ? നിങ്ങൾ അമ്മയോടോ അച്ഛനോടോ ചേച്ചിയോടോ ചേട്ടനോടൊക്കെ ചോദിക്കാറുണ്ട്, എൻ്റെ പേന എവിടെ, ബാഗ് എവിടെ, പുസ്തകം എവിടെ എന്നൊക്കെ, അല്ലേ? ഇത് പലപ്പോഴും ചെറിയ ചെറിയ കശപിശകളിലൊക്കെ എത്തിച്ചേരാറുമുണ്ട്, അല്ലേ? എങ്ങനെയാണ് നിങ്ങൾക്കിത് ഇംഗ്ലീഷിൽ ചോദിക്കാൻ കഴിയുക? എൻ്റെ ബാഗ് എവിടെയാണ് എങ്ങനെയാണ് ചോദിക്കുക? Where is my bag? Where is my bag? WHERE, where. WHERE, where എന്നാണ് നമ്മൾ പറയുക, അല്ലേ? where, അത്രയും മതി. ഓക്കെ, where is my bag? Where is my bag? ഒന്ന് പരിശീലിച്ച്. Where is my bag? അപ്പോൾ അമ്മ പറയും അത് നിൻ്റെ മേശപ്പുറത്തുണ്ടെന്ന്. എങ്ങനെ പറയും? ഇറ്റ്സ് ഓൺ ദ ടേബിൾ. ഇറ്റ്സ് ഓൺ ദ ടേബിൾ. ഇനി മേശയുടെ അടുത്താണെങ്കിൽ എങ്ങനെ പറയാം? ഇറ്റ്സ് നിയർ ദ ടേബിൾ. ഇറ്റ്സ് നിയർ ദ ടേബിൾ. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് പേന നോക്കിയപ്പോൾ കാണുന്നില്ല. നിങ്ങളെങ്ങനെ ചോദിക്കും എൻ്റെ പേന എവിടെയാണെന്ന്? ഒന്ന് ചോദിച്ചേ. യെസ്, ഇങ്ങനെ ചോദിക്കാം, അല്ലേ? Where is my pen? Where is my pen? Where is my pen? എൻ്റെ പേന എവിടെയാണ്? അപ്പോൾ ചേച്ചി പറയാണ് അത് നിൻ്റെ ബാഗിനുള്ളിലുണ്ടെന്ന്. എങ്ങനെ വരും? ഇറ്റ്സ് ഇൻ ദ ബാഗ്. ഇറ്റ്സ് ഇൻ ദ ബാഗ്. ഇറ്റ്സ് ഇൻ ദ ബാഗ്. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾ തിരഞ്ഞപ്പോൾ നിങ്ങളുടെ ഷർട്ട് കാണുന്നില്ല. അപ്പോഴെങ്ങനെ ചോദിക്കുക അച്ഛനോട്? Where is my shirt? Where is my shirt? അപ്പോൾ അമ്മ പറയുകയാണ് അത് അലമാരയിലുണ്ട്. ഇറ്റ്സ് ഇൻ ദ അൽമിറ. ഇറ്റ്സ് ഇൻ ദ അൽമിറ ഓർ ഇറ്റ്സ് ഇൻ ദ കബോർഡ്. ഇങ്ങനെ വേണമെങ്കിൽ മറുപടി പറയാം, അല്ലേ? കൂട്ടുകാരെ, ഇതൊന്ന് പരിശീലിച്ച്. വളരെ എളുപ്പമല്ലേ? നിങ്ങളുടെ കൂട്ടുകാർക്കൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങൾ റോൾ പ്ലേ നടത്തിക്കൊണ്ട് ഈ പാഠഭാഗങ്ങൾ പരിശീലിക്കണേ. എങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ ലാളിത്യത്തോടെ എളുപ്പത്തോടെ സംസാരിക്കാൻ കഴിയും. ഏവർക്കും ഇംഗ്ലീഷ് കൂട്ടുകാരനായി മാറട്ടെ എന്ന ആശംസയോടെ കം ലെറ്റ്സ് ടോക്കിൻ്റെ 7ാം ദിനം സമാപിക്കുന്നു.